ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 6-ാം അധ്യായമായ കർമ്മദർശനത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നു. ശ്ലോകം: ജ്വലതി ജ്വലനോ വായുർ വാരി വർഷതി വാരിത ധരാത്മാ സന്ധരതി ഖല്വേഗോ വഹതി വാഹിനി. അന്വയം: ജ്വലന ജ്വലതി, വായു വാതി, വാരിത വർഷതി, ധരാ ധരതി, വാഹിനി വഹതി സൻ ഖലു ഏക ആത്മാ. അർത്ഥം: അഗ്നി ജ്വലിക്കുന്നു, കാറ്റ് വീശുന്നു, മേഘം വർഷിക്കുന്നു, നദി ഒഴുകുന്നു, ഭൂമി എല്ലാറ്റിനെയും ധരിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഒരേ ആത്മാവിനെ ആശ്രയിച്ച് നടക്കുന്ന കാര്യങ്ങളുമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ആത്മാവ് ചിത്തേന്ദ്രിയാത്മാവായി ചിത്തിലും ഇന്ദ്രിയത്തിലും ഇരുന്ന് അവയൊക്കെ താനാണ് എന്ന സങ്കല്പത്താൽ അവ ചെയ്യുന്ന കർമ്മങ്ങളെ താൻ ചെയ്യുന്ന കർമ്മങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് കർമ്മങ്ങൾക്ക് കർത്താവായും കർമ്മഫലങ്ങളുടെ ഭോക്താവായും ഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുകയുണ്ടായി. ചിത്തവും അഥവാ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രകൃതിയുടെ ഭോക്തൃരൂപമാകയാൽ അവയിൽ ഇരുന്ന് കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ആത്മാവ് കർമ്മഫലങ്ങളുടെ ഭോക്താവായി തീരുന്നത്. അങ്ങനെ പ്രകൃതിയുടെ ഭോക്തൃരൂപമായ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും താനാണ് എന്ന് സങ്കല്പിച്ച് ആത്മാവ് ഭോക്താവായി മാറുമ്പോൾ താൻ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന സർവ്വതും ആത്മാവിൻ്റെ ഭോഗ്യവസ്തുക്കളായി മാറും. അങ്ങനെ ആത്മാവ് ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടറിയുന്ന വസ്തുവാകട്ടെ ഈ ദൃശ്യപ്രപഞ്ചവുമാണ്. ഇത് അപരപ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടതും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതവുമാണ്. ഇവിടെ പറയപ്പെട്ട അഗ്നിയും വായുവും ജലവും ഭൂമിയും ഈ പഞ്ചഭൂതങ്ങളിൽ ആകാശമൊഴിച്ചുള്ള 4 വസ്തുക്കളുമാണ്. വാസ്തവത്തിൽ ആകാശം ഒരു വസ്തുവല്ല. അത് മറ്റുള്ളവയ്ക്ക് ഇരിക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലം മാത്രമാണ്. ആകാശത്തെ ആധാരമാക്കി ഭൂമി നിൽക്കുന്നു. ഭൂമിയെ ആധാരമാക്കി മറ്റു വസ്തുക്കളും നിൽക്കുന്നു. തീ കത്തുന്നതും കാറ്റ് വീശുന്നതും നദി ഒഴുകുന്നതും ഭൂമിയിലാണ്. അതാണ് ധരാധരതി, ഭൂമി എല്ലാറ്റിനെയും ധരിക്കുന്നു എന്ന് പറഞ്ഞത്. എല്ലാറ്റിനെയും ധരിക്കുക എന്നത് ഒരു കർമ്മമാകയാൽ ഭൂമിയും കർമ്മം ചെയ്യുന്നുണ്ട്. ജ്വലിക്കുന്നത് അഗ്നിയുടെ കർമ്മവും കാറ്റായി വീശുക എന്നത് വായുവിൻ്റെ കർമ്മവും ഒഴുകുക എന്നത് ജലത്തിൻ്റെ കർമ്മവും ആണ്. ഈ കർമ്മങ്ങൾ ആത്മാവിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? മണ്ണും വെള്ളവും തീയും വായുവും ജീവിതത്തിൽ ഒഴിച്ചുകൂട്ടാനാവാത്ത വസ്തുക്കളാണ്. എല്ലാവിധ ഉപഭോഗ വസ്തുക്കളും ഇവയിൽ ഏതെങ്കിലും ആയി ബന്ധപ്പെട്ടിട്ടുള്ളതുമാണ്. മാത്രവുമല്ല, അഗ്നിയും വായുവും ജലവും ഭൂമിയും എല്ലാം ചേർന്ന് ഉണ്ടായതാണല്ലോ ജീവജഗത്ത്. പരമാത്മാവിന് ജീവികളായി അവതരിച്ച് ലോകജീവിതമാകുന്ന നാടകമാടാൻ വേണ്ടി സൃഷ്ടിച്ചവയാണല്ലോ ഇതെല്ലാം. പരമാത്മാവിൻ്റെ ലോകമാകുന്ന നാടകത്തെപ്പറ്റി ജനനീ നവരത്ന മഞ്ജരിയിൽ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നു. മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടിവിടുമീ
കീലാലവൈവനലകോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാല നെയ്യുമൊരു ലീലാപടം ഭവതി മൈ. മേലാകമൂടുവതിനാൽ ആരുമുള്ളതറിവീലാകമന്ദനിലയേ. ഇവിടെ കീലാലവായുവനല കോലാഹലം എന്ന് പറഞ്ഞത് പദം തിരിച്ചു പറഞ്ഞാൽ കീലാലം, വായു, അനലൻ, കോലാഹലം എന്നാണ്. കീലാലം എന്നാൽ ജലം, അനലൻ എന്നാൽ അഗ്നി. അതായത് ജലവും വായുവും അഗ്നിയും ചേർന്ന് ഉണ്ടാക്കുന്ന കോലാഹലം. ഈ കൃതിയിൽ പരമാത്മാവിനെയാണ് ജനനി അഥവാ ലോകമാതാവ് ആയി സങ്കല്പിച്ചിരിക്കുന്നത്. ജനനി മൂലപ്രകൃതി കൊണ്ടുണ്ടാക്കിയ ആടയാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുകയാണ്. അതായത് പ്രകൃതിയിൽ കാണുന്ന നാമരൂപങ്ങളെല്ലാം ജനനിയുടെ ആഭൂഷണങ്ങളാണ്. ദേവിയുടെ ലാസ്യനൃത്തമാണ് കീലാലവായുവനല കോലാഹലം. അഖിലം ഭുവനം ആലാപമാത്രം. കാലം മുതലായ മൃദുനൂലാൽ നെയ്യപ്പെട്ട ഒരു ലീലാപടം, അതായത് നൃത്തത്തിന് ധരിക്കാനുള്ള മനോഹരമായ വസ്ത്രം കൊണ്ട് ഭവതി മെയ്മേലാകമൂടുവതിനാൽ ആരും ഉള്ളതറിവീല. അതായത് കാലം, ദേശം, അവസ്ഥ മുതലായ മായാനിർമ്മിതമായ കാര്യങ്ങളിൽ ജനങ്ങൾ സദാ മുഴുകിയിരിക്കുന്നതിനാൽ ആരും സത്യം എന്താണ് എന്നറിയുന്നില്ല, ആത്മാവിനെ അറിയുന്നില്ല എന്നർത്ഥം. അഗ്നി ജ്വലിക്കുകയും കാറ്റ് വീശുകയും മഴ പെയ്യുകയും നദി ഒഴുകുകയും എല്ലാം ഏകമായ ആത്മാവിൻ്റെ മായാവിലാസങ്ങൾ മാത്രമാണ്. ഈശാവാസ്യോപനിഷത്തിൽ ആത്മാവിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: അത് നിൽക്കുന്നു പോകുന്നിതോടുമന്യത്തിനപ്പുറം, അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.